ദൈവത്തെ ആരാധിക്കുവാനാണ് നാം ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ 2ാമത് വർഷം ഒരുമിച്ച് പ്രിയപ്പെട്ട പൈതൃകമായി ഒരുമിച്ച് ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരവസരം നൽകി. പറ്റിയുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. രാജ്യമായി ഗ്രാമങ്ങളായി നെറ്റിലൂടെ സൂക്ഷിച്ച് അറിയിക്കുവാൻ 2 വർഷമായി പ്രിയപ്പെട്ട മക്കളെ സഹായിച്ചു. എല്ലാവർക്കും ഒരു നിമിഷം കരമുയർത്തി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കരമുയർത്തിയാട്ടെ. അതാവേ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ നീ ബലപ്പെടുത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. ഇനി അധികമായി കർത്താവിനെ പ്രേരിപ്പിക്കുവാൻ ഈ ടീമിൻ്റെ അംഗങ്ങളുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ട മേലുള്ളതായ സ്തോത്രം. നമ്മളെല്ലാ കരങ്ങളും എഴുതിയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം.
യോഗ്യത പരസ്യങ്ങളായി ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ ആയത്ത് നടക്കുന്ന ആരാധനകളെല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6:30 മണി മുതൽ 9 മണി നടക്കുന്ന പബ്ലിക് ആരാധനയിലും എല്ലാ ശനിയാഴ്ചയും രാവിലെ കൃത്യം 10:30 മണി മുതൽ 1 മണി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സൺഡേ സ്കൂൾ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമുക്ക് ഞായറാഴ്ച ആരാധനയില്ല. നമ്മൾ സഭകൾ കടന്നുപോയി ദൈവാനുഗ്രഹം പ്രായപ്പാൻ പ്രത്യേകിച്ച് ഞാൻ നമ്മളെ ഓർപ്പിക്കുന്നു. നടക്കുന്ന ഭവന ആരാധനകൾ ശ്രദ്ധിച്ചാലും നാളെ രാത്രി സ്വർണ്ണമണലി എന്ന ഫോൺ നടക്കുന്ന ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. അതിന് പകരം മറ്റൊരു ദിവസം ക്രമീകരിക്കുന്നതായിരിക്കും. 18-ാം തീയതി വ്യാഴാഴ്ച രാജേഷ് പൂക്കോട് എന്ന ഭവനത്തിലും 22-ാം തീയതി തിങ്കളാഴ്ച മണിയൻ മണലി എന്ന ഭവനത്തിലും 24-ാം തീയതി ബുധനാഴ്ച അനിക്കാഞ്ചി വെക്കണം. 25 വ്യാഴാഴ്ച സെൽവരാജ് പന്നിയോട്, 31 ബുധനാഴ്ച സെൽവരാജ് കരുമൻകുട് എന്ന ഭവനങ്ങളിൽ വെച്ച് ഭവന പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭവന പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് ആഗ്രഹമുള്ള 2 മാസം മുമ്പ് ഞങ്ങളെ അറിയിക്കുവാൻ പ്രത്യേകിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തുകയാണ്. ഒരു എല്ലാ വർഷവും ക്രമീകരിക്കുന്ന പോലെ ഇപ്രാവശ്യവും വിനോദയാത്ര ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തവണ വ്യവസ്ഥയിൽ കാശുകളുണ്ടാക്കുന്ന സമയമാണ്. അത് പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മൾ നേരത്തെ നോട്ടീസ് കണ്ടതുപോലെ ഇന്ന് ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ 2ാം വാർഷികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിലെ അംഗങ്ങളാണെന്ന് അവരുടെ എല്ലാ ക്രമീകരണം ചെയ്തതും. തുടർന്ന് പരസ്യത്തിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് 2 വാക്കുകൾ പവിത നമ്മൾ പറയും. അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതായിരിക്കും. ഈ മാസത്തെ കൺവെൻഷൻ ശ്രദ്ധിച്ചാലും 30-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ. കഥാദാസൻ ഷിജുമോൻ തിരുവനന്തപുരം നദീവിലാസനായിരിക്കും. നമുക്ക് സന്ദേശം കടന്നു വരിക. നമ്മൾ എല്ലാ പ്രിയപ്പെട്ടവരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഞാൻ നമ്മളെ താല്പര്യപ്പെടുത്തുകയാണ്. ഈ മാസം കൺവെൻഷൻ സ്പോൺസർ ചെയ്യുന്നത് സാനിയ സുൽമണലി. പ്രോഗ്രാമിനോട് സ്പോൺസർ ചെയ്യുന്നത് ഇവാനിയ പാലോട്ടുള്ള. പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകം ഞങ്ങൾ അറിയിക്കുന്നതിൽ മറന്നു പോകരുത്. ടെലഫോൺ സൗകര്യം ഈ പ്രോഗ്രാം നോട്ടീസുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകം അറിയിക്കുക. ഇന്ന് വാൽക്കാലം 15ഓളം പേർക്ക് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ചില നാളുകളായിട്ട് സ്നാനം കൊടുക്കാതെ കൊറോണ കഴിഞ്ഞ ശേഷം നമുക്ക് സ്നാനമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം 15 പേര് ഇന്ന് പൽക്കാലം സ്നാനപ്പെടുവാനിടയായി. ഉച്ചയ്ക്ക് കിടന്ന കർത്താവിൻ്റെ മേശയിൽ 30ഓളം പേര് പങ്കെടുക്കുവാനിടയായി. ഇവിടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് സന്ദേശം കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ആൻഡ്രൂസ് ജോർജ് എന്ന കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹം കൊട്ടാരക്കര അദ്ദേഹം താമസിക്കുന്നു. അവിടെ നിന്നാണ് ഇന്ന് ഈ രാത്രികാലം നമ്മളൊപ്പം ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ 7 മണിക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹമാണ് സ്നാന ശുശ്രൂഷ നടത്തിയത്. തുടർന്ന് നിങ്ങളോടൊപ്പം തുടർന്ന് തിരുവനന്തപുരം ശുശ്രൂഷകളൊന്നും പിന്നെ രാത്രി ദൈവവചനം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കും. അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളായി അനവധി പേരും ടീമിൽ കുറച്ച് പേര് കടന്നുകൊണ്ടുണ്ട്. അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ മീറ്റിങ്ങിനെ സംബന്ധിച്ച് 2 വാക്ക് അതിൻ്റെ ലീഡറായിരിക്കുന്ന പവിത നമ്മോട് പറയും. എന്താണ് ഗൂഗിൾ മീറ്റിംഗ്, എന്താണ് അതിൻ്റെ രീതി, അതിനെക്കുറിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്ന് അവിടെ കൊയറംഗങ്ങൾ ഒരു പാട്ട് പഠിച്ച് കർത്താവിൻ്റെ ദാസൻ
നമ്മോട് ദൈവവചനം സംസാരിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചാലും ഈ പരസ്യം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. ഗീത മുൻപ് പ്രാർത്ഥിക്കും, തുടർന്ന് പിന്നെ ഒരു പാട്ട് പഠിച്ചു തുടർന്ന് ദൈവവചനം സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയ കൃപയ്ക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൗണ്ടൊക്കെ പോയി. തുടർമാനമായി നിങ്ങളോടൊപ്പം ആയിരുന്നു. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നാളുകളിലെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളുകളിൽ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ളൊരു ആശയം കാരണമാണ് നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ വളരെയധികം സഹായമായി തീർന്നത് സൂം പ്ലാറ്റ്ഫോമും ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ പട്ടണങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ ദേശങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. എങ്ങനെ നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന്, ഞാൻ ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എങ്ങനെ ഇവരുടെ നാട്ടിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പരിശീലിപ്പിച്ചത് മുഖാന്തരം ഞാൻ തുടങ്ങിയ ഒരു മീറ്റിംഗ് ആണ് ഗൂഗിൾ മീറ്റ്. ആദ്യത്തെ കൺവെൻഷൻ നമ്മുടെ സിനി സിസ്റ്ററിൻ്റെ ഭവനത്തിൽ ഊറ്റുകുഴി എന്ന ചർച്ചിൽ നമ്മുടെ അനുജ് ജേക്കബ് പാസ്റ്റർ നടത്തുന്ന അതിൻ്റെ കീഴിലുള്ള ചർച്ചിൽ ആദ്യത്തെ വാർഡ് കൺവെൻഷൻ നടന്നു. സിസ്റ്റർ ചിത്രലേഖയാണ് നമ്മളോടൊപ്പം ദൈവവചനം ശുശ്രൂഷിച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി നമ്മൾ സഹോദരിമാരെ കൊണ്ടൊക്കെ ചിലത് നടക്കും. ഫസ്റ്റ് മീറ്റിങ്ങിൽ വലിയ റിസൾട്ട് ഉണ്ടായി. അവിടെ നിന്ന് നമ്മളോടൊപ്പം അനേകം സഹോദരിമാർ കൂടാനുള്ള ഇടയായി. സഹോദരി ഞാനും കൂടെ ഉണ്ട്, ഞാനും പ്രാർത്ഥിക്കാൻ തയ്യാറാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ കർത്താവ് എനിക്ക് തന്ന കൂട്ടമായി വരും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു ദൂതാണ്, എൻ്റെ പുറകിൽ നിന്നൊരു സൈന്യം വെളിപ്പെട്ട് വരും. ഞാൻ പക്ഷെ ഒന്നും കാണാത്ത സാഹചര്യത്തിൽ അന്ന് വിശ്വസിക്കാൻ തയ്യാറതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഈ നാളുകളിൽ വലിയ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് പ്രേയറിലൂടെ കർത്താവ് ചെയ്യുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് പോകുന്നത്. നമ്മുടെ ഈ മാസം 25-ാം തീയതി ഒറ്റശേഖര മംഗലത്തിൻ്റെ അകത്ത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. പലയിടങ്ങളിൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ 2ാമത്തെ വാർഡ് കൺവെൻഷനാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് നുറങ്ങിയിട്ടുണ്ട്, വേദനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇത്രയും പേര് ഈ മീറ്റിങ്ങിൽ കടന്നു വന്നതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർഗം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്വർഗം ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പന് വേണ്ടി ഒരു കാഴ്ചയോടെ എടുത്തു വച്ചാൽ അപ്പൻ സ്വർഗത്തിൽ മിണ്ടാതിരിക്കില്ല. വേണ്ടത് അതിൻ്റെ സമയത്ത്. ഞാൻ പറയട്ടെ, ഒരു കൺവെൻഷന് പോലും എനിക്കൊരു കടഭാരമില്ല. കർത്താവ് എന്നെ നിറച്ചു. എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഈ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൽ ഞാൻ പറയുക, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തി. ചിന്തിക്കാത്ത ഉറവുകൾ തുറന്നു തന്നോ. ഈ നാളുകളിൽ നമ്മൾ ഡെയിലി ഡെലിവറൻസ് പ്രയറായിട്ട് ഞങ്ങളൊരു ചർച്ച് മീറ്റിംഗ് ആയിട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാസത്തിൽ ഒരു തവണ അതിനുള്ള ക്രമീകരണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മീറ്റിങ്ങിലെല്ലാം യൂട്യൂബ് വഴിയൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അനേകം പേരെ ഞങ്ങൾ അതുവഴിയൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്നുണ്ട്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ നീ പുറത്തു വരും. കുഞ്ഞു വാഗ്ദത്തം നിന്റെ അകത്തുണ്ടെങ്കിൽ അധിക നാൾ നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. എന്തു പ്രതികൂലമായാലും എന്ത് ഞെരുക്കമായാലും നിന്നെ ദേശത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയാലും ആ വാഗ്ദത്തം വെളിപ്പെടും. അതിൻ്റെ ഉദാഹരണമാണ് റിവൈവൽ ഫയർ മിനിസ്ട്രി. ഹല്ലേലൂയ. എനിക്ക് പറയാൻ കഴിയും, അത്യത്ഭുതകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് പ്രയറിലൂടെ നടക്കുന്നത്. അനേകം രാജ്യങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും അവരുടെ മുറിവുകളൊക്കെ കെട്ടപ്പെടും. അവരൊക്കെ ഗൂഗിൾ മീറ്റിലെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വീഡിയോയിൽ കൂടെയൊക്കെ കരയുന്നത് കണ്ടാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ട് നമ്മുടെ മീറ്റിംഗ് 12 മണിക്ക് ആരംഭിക്കുന്നത്. അത് ചിലപ്പോൾ 2 മണി വരെ നീളും, ചിലപ്പോൾ 1:30 മണിക്ക് അവസാനിക്കും. പക്ഷെ അനേകം കുടുംബങ്ങളെ ചില മരണത്തിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരുവാൻ ഈ ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് സഹായിച്ചു എന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം.
ഹല്ലേലൂയ. ഇപ്പോൾ എന്നോട് ചോദിക്കാം, സിസ്റ്ററെ എത്ര മണിക്കാണ് നിങ്ങളുടെ മീറ്റിംഗ്? എൻ്റെ ഫോണിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മീറ്റിംഗ് എപ്പോഴാണ്. 12 മണിക്കാണോ? ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കയറാൻ പറ്റുമല്ലോ, ഞങ്ങൾ ജോയിൻ ചെയ്തോട്ടെ. അത്രമാത്രം ലോക രാജ്യങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ അറിഞ്ഞു തുടങ്ങി, പട്ടണങ്ങൾ അറിഞ്ഞു തുടങ്ങി, ദേശങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇന്നത്തെ 2ാമത്തെ വാർഡ് കൺവെൻഷൻ ഇവിടെ നടത്തുമ്പോൾ എനിക്കറിയാം 3ാമത്തെ വാർഡ് കൺവെൻഷൻ ഞങ്ങളൊരു പൊതു മീറ്റിംഗ് ആയി നടത്തും. പടിപടിയായി കർത്താവ് നമ്മൾ ഉയർത്തുന്നത്. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഓ ദൈവ സ്നേഹമുള്ളവരൊന്ന് മഹത്വം കൊടുത്താട്ടെ. ശുശ്രൂഷ ചെയ്യുമ്പോൾ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്, ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ട്, പെരുങ്കാറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ആശ്രയമായി തീർന്നത് നമ്മുടെ ആൻഡ്രൂസ് ജോർജ് പാസ്റ്ററും ഷൈനി സിസ്റ്ററുമാണ്. അവർ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ചിലപ്പോഴൊക്കെ എൻ്റെ ഭാരപ്പെടുന്നതിൻ്റെ സാഹചര്യത്തിൽ അവരുടെ ടൈം പോലും മാറ്റിവെച്ച് എന്താ കുഞ്ഞെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കാനുള്ളൊരു ഹൃദയം, ഒരപ്പൻ്റെ ഹൃദയം ഞാൻ ഈ ശുശ്രൂഷകളിൽ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 2ാം വാർഡ് കൺവെൻഷൻ്റെ അകത്ത് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന, ഞങ്ങളെ പുതിയൊരു ആത്മതലത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ആ അഭിഷിക്തനെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ നിങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ പ്രാപിച്ച അതേ അനുഭവം, അതേ ആത്മീയ അനുഭവം ഇതിലായിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ചില അഭിഷിക്തകളെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് എന്തെന്നറിയാവോ? നിങ്ങൾ ഒരു പടി കൂടി വളർത്താനാ. ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നെ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവദാസനുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണ ഹിതമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ദൈവദാസൻ ഈ റോഡിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ദൈവദാസൻ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് എനിക്കൊന്ന് പ്രസംഗിക്കാൻ പറ്റിയെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷം കഴിഞ്ഞാലും മാസം കഴിഞ്ഞാലും അത് അതേപടി നിറവേറ്റുമെന്നത് എന്റെ ഉദാഹരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് പപ്പ എന്നെ വളരെയധികം കൈത്താങ്ങിയിട്ടുണ്ട്. കുഞ്ഞെ നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ വിജയിക്കത്തുള്ളൂ, എല്ലാവരെയും കൈത്താങ്ങോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇന്ന് വരെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഇടർച്ച വന്നിട്ടില്ല. അതാ ഞങ്ങളുടെ വിജയം. നിങ്ങൾ ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിനോട്ട് പ്രാർത്ഥിക്കുക. അടുത്തൊരാത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇനിയും സഹോദരന്മാരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ നാളുകൾ ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നാളുകൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. തുടർന്നുള്ള സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കുകയാണ്. അമ്മയെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ചോദിക്കുകയാണ്. ഒന്നുകൂടെ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാനിതാ നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കണമേ. ഒന്ന് പ്രാർത്ഥനയായിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കാം നമ്മുടെ ഹൃദയത്തെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സുഖസ്ഥിതാവേ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നല്ലോ, കർത്താവിന്റെ കരം അവനോടുകൂടെ സ്ഥിരമായിരിക്കും, അവന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ മക്കളെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഗ്രൂപ്പിന്റെ 2ാം വാർഡ് കൺവെൻഷനായി ഇവിടെ ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ വന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. എല്ലാം ചന്തമായി ഉചിതമായി നിങ്ങൾ നടത്തി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. കർത്താവേ, ഹല്ലേലൂയ, കൊട്ടാരക്കരയുടെ പ്രദേശത്ത് നിന്നപ്പ കർത്താവിന്റെ ദാസനെ കുടുംബമായി ഹല്ലേലൂയ പ്രവർത്തകരെ അപ്പ ഞങ്ങളുടെ മധ്യ അയച്ചതിനായി സ്തോത്രം. രാവിലെ നടന്ന ശുശ്രൂഷയിൽ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പ. ഹല്ലേലൂയ. വിശുദ്ധ ദൈവമേ, സാധന ശുശ്രൂഷയിലും കർത്താവിന്റെ വീഴ്ചയിൽ കർത്താവെ പങ്കെടുക്കുവാൻ അനേകം മക്കളെ കർത്താവ് ജലത്തിൽ ദൈവത്തെ സാക്ഷിപ്പാൻ ഇന്ന് ഈ പകൽക്കാലം ഈ രാവിലെ സമയം ദൈവമേ അനേകം മക്കളെ ഒരുക്കിയതിനായി സ്തോത്രപ്പ. ഈ മക്കളെ എല്ലാം കർത്താവെ വിശ്വസ്തയോടെ അന്ത്യത്തോടെ ദൈവം നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണം. എല്ലായിടത്തും കർത്താവിന്റെ സംരക്ഷണവും കാവലും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഗാന ശുശ്രൂഷയെ ദൈവം സഹായിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ദാസന്മാരെ ദൈവം ഇന്ന് പകൽ രാത്രി അനുഗ്രഹിച്ച രാത്രിക്കായി സ്തോത്രപ്പ. ഇനി അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ
ജീവിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കണമേ. രാത്രി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചന ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങനെ ദാസനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ തീ പോലെയും ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഈ രാത്രി പ്രസ്താവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ദാസനോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയട്ടെ അപ്പച്ച. വെറുതെ ഒരു വാദ കൺവെൻഷൻ നടത്തിയെന്നല്ല. ഓ ഹല്ലേലൂയ ചിലത് കർത്താവേ, ചിലർക്ക് വേണ്ടി ചിലത് രാത്രി അവിടുന്ന് വ്യാപാരം ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗവും പദ്ധതിയും കർത്താവേ ഈ ദിവസങ്ങളിൽ നിറവേറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ കർത്താവെ അവർ ചന്തമായി നടത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസന അഭിഷേകത്തോടെ ഇന്ന് രാത്രി നിലനിർത്തണം. അതിന്റെ ശുശ്രൂഷയിലൂടെ വിടുതൽ സംഭവിക്കേണ്ട കർത്താവെ. ദൈവികമായ മഹത്വത്തിനായിട്ട് സകലതും തീരുവാൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ എല്ലാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ യാചനകൾക്കിടമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. എല്ലാവർക്കും കരങ്ങളടിച്ച് ഒരു ഗാനം കൂടി ആലപിക്കും. ദൈവജനം കേൾപ്പിക്കായി കർത്താവിന്റെ ദാസനെ കരങ്ങൾ തട്ടി ക്ഷണിച്ചാൽ
കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ ധന്യ നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ശേഷാൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി സിസ്റ്റർ, തൻ്റെ കുടുംബം, അവരോട് കൂടെ ആയിരിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾ, ഇന്ന് രാത്രിയിൽ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും, വേദിയിലായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന കർത്താവിൽ ബഹുമാനിയായിരിക്കുന്ന ദിവദാസന്മാർ, വിശേഷം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങളോടുകൂടെ വേറെ 12 പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഷൈനി സിസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ കൂടെ പഠിച്ച രമി സിസ്റ്റർ, തൻ്റെ ഭർത്താവ്, എനിക്കൊന്ന് വീണ്ടും അവരെ കൂടെ പഠിച്ച പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. ഒറ്റ വാക്കിൽ എല്ലാവർക്കും സ്നേഹത്തോട് സന്ധ്യാവന്ദനത്തായിരിക്കും. കർത്താവ് നല്ല അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രാത്രി അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നല്ലൊരു ആമേൻ പറഞ്ഞില്ല. ഇന്നത്തെ രാത്രി അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു രാത്രിയാക്കി കർത്താവിനെ മാറ്റും. കാരണം കർത്താവിൻ്റെ കരം കുറുതായി പോയിട്ടില്ല, കർത്താവിൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അത്ഭുത മറുപടി ഇന്ന് രാത്രി കർത്താവ് തരുവാനിടയായി തീരും. സ്തോത്രം. സർവ്വസാധാരണ എല്ലാ മീറ്റിങ്ങുകളും കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട്. കർത്താവ് അത്ഭുത മന്ത്രിയാകുന്നു. അതുകൊണ്ട് കർത്താവ് എവിടെയും ഏത് സ്ഥലത്തും ആർക്കും വേണ്ടിയും ഏത് നിമിഷത്തിലും കൂട്ടമായ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. നിങ്ങൾക്കത് പ്രത്യക്ഷമായി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പിന്നീട് വേഗത്തിൽ കാണുവാനിടയായി തീരും. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കായി ഹൃദയംഗമായുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ ദർശനങ്ങളെ, കാഴ്ചപ്പാടുകളെ ധാരാളം ഉപയോഗിക്കട്ടെ. വേദിയിൽ അസാധ്യരായിരിക്കുന്ന ഏതെങ്കിലും സുവിശേഷം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമുള്ള സലൂട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്കായി നമുക്ക് വേഗത്തിൽ ഒരു ദൈവവചന ഭാഗം വായിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി യേശുവെ, അവിടുന്നാകുന്ന ഞങ്ങളുടെ സന്ദേശം അങ്ങയെക്കുറിച്ച് മാത്രം പറയാൻ ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ നാമത്തെ മാത്രം ഉയർത്തും. സകല മഹത്വവും മാനവും അങ്ങയ്ക്ക് മാത്രം നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ തിരുവഴുത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള പട്ടണത്തോട് അറിയിക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന ഒരു സന്ദേശ ഭാഗമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വാക്യം മാത്രം ഇന്ന് രാത്രിയിലെ വചന ധ്യാനത്തിനായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ നടുവിലൊരു ഭാഗമുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. ആ വാത്സല്യം എന്ന പദമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. വാത്സല്യം സർവസാധാരണ ദൈവദാസന്മാർ ഇങ്ങനെയുള്ള പദങ്ങൾ എടുത്ത് പൊതുവേദിയിൽ സംസാരിക്കാറില്ല. വ്യത്യസ്തമായിരിക്കുന്ന ടോപ്പിക്കുകളാണ് അവർ സംസാരിക്കുന്നത്. മനുഷ്യനെ കേട്ടാൽ അവർക്ക് നല്ല സന്തോഷവും അവരെ ഹൃദയത്തെയും മനസ്സിനെയൊക്കെ ഒരുപോലെ അവൻ പിടിച്ചു കുലുക്കുന്ന ഒത്തിരി നല്ല സന്ദേശത്തിൻ്റെ ടോപ്പിക്കാണ് അവരെടുക്കുന്നത്. ഞാൻ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി കർത്താവ് എനിക്ക് നൽകുന്ന ദൈവവചന ചിന്തകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകുവാൻ ഞാൻ പ്രാർത്ഥനയോട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദൈവവചനം ശ്രദ്ധിക്കണം. ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതിനകത്ത് നടക്കും. വീര്യപ്രവൃത്തികൾ നടക്കും. പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറും. കൂട്ട വിടുതലുകൾ നടക്കും. കാരണം ഇത് എൻ്റെ മെസ്സേജ് അല്ല, ഇത് നാം യേശു കർത്താവിൻ്റെ മെസ്സേജാണ്. ഇത് പ്രവർത്തിക്കുന്ന മെസ്സേജാണ്. ഇത് ചലിക്കുന്ന മെസ്സേജാണ്.
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അവൻ പൂർണ്ണ വിടുതൽ വിശ്വസിക്കുന്നവരുടെ മേൽ ധാരാളമായി വ്യാപരിക്കും. ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കകത്ത് മാത്രമല്ല, ഈ റോഡിനകത്തും പുറത്തും ദേശത്തെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. ആർക്കും അവൻ തടസ്സപ്പെടുത്തുവാൻ കഴിയാതെ വേണം, ആർക്കും സ്റ്റോപ്പാക്കുവാൻ കഴിയാതെ വേണം. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങാൻ പോകുന്നു. ദൈവത്തിന്റെ വാത്സല്യം, ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. മനുഷ്യന്റെ വാത്സല്യമല്ല, ദൈവത്തിന്റെ വാത്സല്യം. സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുതൽ, ഇതെല്ലാം വിഭിന്നമായിരിക്കുന്ന ദൈവിക ഇടപെടലിൽ നമുക്ക് അനുഭവിക്കത്തക്കവണ്ണം വെളിപ്പെടുന്ന ഭാഗമാണ്. അതിൽ പരമപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് ദൈവത്തിന്റെ വാത്സല്യം. ഞാൻ ഇതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പഠിച്ചു നോക്കിയപ്പോൾ ഒത്തിരി അത്ഭുതപ്പെടുവാനിടയായി തീർന്നു. പലരും പല വിധത്തിലാണ് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ചിലർ പറയും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടാനുസരണം സ്വൽപ്പടിക്കുന്നില്ലെങ്കിൽ ദൈവം വാതിലുകളെ അടയ്ക്കും, ദൈവം നമ്മളെ പിടിക്കും, ദൈവം നമ്മെ പല വിധത്തിൽ ശോധന ചെയ്ത് ദൈവത്തിന്റെ സ്വൽപ്പടിക്ക് നമ്മെ കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ അവരുടെ അനുഭവമായി യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ദൈവം ഒരിക്കലും നിർബന്ധിച്ച് ആരെയും ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. ദൈവം മാന്യനത്രേ. ദൈവം ആർക്കും ഒരു ദോഷം ചെയ്യത്തില്ല. ദൈവം ആരുടെയും വാതിലടയ്ക്കത്തില്ല. അടയപ്പെട്ട സകല വാതിലുകളും ദൈവം തുറക്കുന്നവനാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വാതിലുകൾ, അത് സാമ്പത്തികമായോ ജോലിപരമായോ കുടുംബപരമായോ ഏതെങ്കിലും വാതിലുകൾ തുറന്നു കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വാതിലുകളെ തുറക്കുന്ന കർത്താവ്, ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം വാതിലുകളെ തുറക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ തുറക്കുവാനിടയായി തീരും. ദൈവം ദ്രോഹിക്കത്തില്ല, ദൈവം നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. അയ്യോ, ആ മനുഷ്യൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യാത്തത് കൊണ്ട് അവനിട്ടൊരു പണി കൊടുക്കാം, അവനെ ഒന്ന് ശരിയാക്കാം, അവനെ ഒന്ന് പിടിച്ചു ഉലച്ച് വല്ലാതെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം എന്ന ചിന്തയുള്ള ഒരു സാരിസല്ല ദൈവം. ദൈവം വാത്സല്യത്തിന്റെ ഉറവിടമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് നിന്നോട് വെറുപ്പില്ല, ദൈവത്തിന് നിന്നോട് മുഷിവില്ല. നിന്റെ അവൻ പക്കൽ അവൻ തെറ്റുണ്ടായിരുന്നാലും അകൃത്യമുണ്ടായിരുന്നാലും പാപമുണ്ടായിരുന്നാലും നിന്റെ പാപത്തെ വെറുത്തിട്ട്, നിന്റെ അകൃത്യത്തെ വെറുത്തിട്ട് ദൈവങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. ചിലരുടെ ഉള്ളിൽ ചിന്തയില്ല, ദൈവമേ, ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? ദൈവം എനിക്ക് വേണ്ടി അവൻ എന്നോട് കൂടെ നിൽക്കുമോ? അതെ, ഇന്ന് രാത്രി നീ ശ്രദ്ധിക്കാം. ദൈവം നിന്നോട് കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ആരോട് കൂടെ നിൽക്കാം? ദൈവം നിനക്ക് വേണ്ടി വന്നില്ലെങ്കിൽ പിന്നെ ആരോട് കൂടെ വരാം? ഇന്ന് രാത്രി ഒറ്റപ്പെട്ടവരെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഒറ്റപ്പെട്ട് വേദനിച്ച് വിഷമിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം എവിടെയും വരും, എന്തും ചെയ്യും. കാരണം ദൈവം വാത്സല്യത്തിന്റെ ഉറവിടമാണ്. ആത്മാവിൽ പ്രതികരിച്ചു സ്വീകരിച്ചു. ഇന്ന് രാത്രി ചെവി സംബന്ധമായി, കേൾവി സംബന്ധമായിരുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നതിനകത്ത് അത്ഭുതകരമാവുന്ന വിടുതൽ ഇന്ന് രാത്രി നിങ്ങൾ അതിനകത്ത് കാണും. കേൾവി കുറവുള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ ശബ്ദ പരിധിക്കകത്ത് ചില കാതുകളെ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഡോക്ടർക്ക് കഴിയാത്തത് കർത്താവിന് കഴിയാം, മരുന്നിന് കഴിയാത്തത് അവ ദൈവശക്തിക്ക് കഴിയും. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ
കേൾവി കുറവുള്ളവർ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. കേൾവി കുറവുള്ളവർ നിങ്ങൾക്ക് ആ പ്രയാസം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് അതിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. കാണാം, ദൈവം അവൻ ഡിലേ അല്ല, ദൈവം അവൻ തുടക്കത്തിലെ അത്ഭുതം ചെയ്യുന്ന കർത്താവ്, അവസാനം എന്തെങ്കിലും ചെയ്യുന്ന ദൈവമല്ല. ആദ്യം തന്നെ നിനക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ദൈവം അത്രേ ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വാത്സല്യം അറിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ വാത്സല്യം അറിയാം? ഞാൻ ഒത്തിരി വേദഭാഗങ്ങൾ എടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് 1-2 വേദഭാഗങ്ങൾ പറഞ്ഞതിന് ശേഷം ഓഫറിംഗ് എടുക്കും. അതിനുശേഷം വീണ്ടും ഞാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തമായി കാര്യങ്ങൾ തരും. അതിനിടയിൽ എന്തെങ്കിലും വചനം നിങ്ങളുടെ ഉള്ളിൽ തീയായി വീഴുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോണം. അവൻ മാധ്യമാണെന്ന് ആരാധിച്ചോണം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പേര് എൽ ഷഡായി. എൽ ഷഡായി ദൈവത്തിന്റെ ഒരു പേര് എൽ ഷഡായി. എൽ ഷഡായി എന്ന പദത്തിന്റെ അർത്ഥം സർവശക്തൻ, ഒരർത്ഥം. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ദ ഗാഡ് ഓഫ് കംഫർട്ടിങ് ആൻഡ് പ്രൊവൈഡിങ്, ആശ്വസിപ്പിക്കുന്ന, കരുതുന്ന ദൈവം. എൽ ഷഡായി എന്ന ആ പദത്തിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് ആശ്വസിപ്പിക്കുന്ന, കരുതുന്ന ദൈവം. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിവരിച്ചിരിക്കുന്നത്. പുരുഷ രൂപമുള്ള ഒരു വ്യക്തിത്വം, പക്ഷേ കുഞ്ഞുങ്ങളെ പാലൂട്ടുവാൻ തക്കവണ്ണം ശരീര പ്രകൃതിയുള്ള മാതൃത്വമുള്ള ഒരു അവൻ വ്യക്തിയെ, അവൻ അങ്ങനെ ഒരു അനുഭവത്തെയാണ് എൽ ഷഡായി എന്ന പദത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ദൈവത്തിന്റെ ഒരു വ്യക്തിത്വത്തിൽ, ദൈവികത്വത്തിൽ മറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കൂ. ഒന്ന്, ഫാദർഹുഡ് എന്ന് പറഞ്ഞാൽ പിതൃത്വം. 2, മദർഹുഡ്, മാതൃത്വം. ഈ 2 ഘടകങ്ങൾ ദൈവത്തിൽ നിശബ്ദമായിരിക്കുന്നു. ഞാൻ വിശദമായി വിവരിക്കാം, മനസ്സിലാക്കണം. ദൈവത്തിൽ അപ്പന്റെ ഹൃദയം വെളിപ്പെട്ട് വരുന്നു. ഇത് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടത്. ദൈവത്തിൽ ഒരു അമ്മയുടെ മനസ്സിലുള്ള ഹൃദയം വെളിപ്പെട്ട് വരുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ഒരു അപ്പനെ പോലെ, അപ്പച്ചനെ പോലെ വിളിക്കാം. അപ്പന്റെ അടുക്കലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് ഓടി അവൻ ഭാര്യ എന്ന് പറഞ്ഞ് ചെല്ലുന്നത് പോലെ അവൻ ദൈവത്തോട് അടുത്ത് വരുവാൻ ദൈവത്തിന് അവസരം നൽകുന്ന, മാറിപ്പോകരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൽ ഒരു പിതാവിന്റെ ഹൃദയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ബൈബിളിലെ ഒരു വേദഭാഗം തൊട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. ലൂക്കോസ് സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. വേഗത്തിൽ വായിക്കാമോ? അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഈ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയത്ത് അപ്പൻ പറയുന്ന സകല കാര്യവും അനുസരിക്കാതെ, അപ്പന്റെ ഇഷ്ടത്തിന് ജീവിക്കാതെ, അപ്പന്റെ ചെലവിൽ നിൽക്കുന്ന ഒരു മകൻ ഒരു വേളയിൽ അപ്പന്റെ അടുക്കൽ നിന്ന് സർവസമ്പത്തും ചോദിച്ചു വാങ്ങിച്ച് അത് മുഴുവനും നശിപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തവനായി, തകർന്നവനായി, അവൻ ഏറ്റവും അധികം കൊള്ളരുതാത്തവനായി അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ കുറ്റം പറഞ്ഞില്ല. അപ്പൻ അവനെ വെറുത്തില്ല. അപ്പൻ അവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നിനക്ക് ഈ ഭവനത്തിൽ കയറാമെന്ന് പറഞ്ഞില്ല. അവനെ കണ്ട മാത്രയിൽ ഓടി അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുവാനിടയായി തീർന്നു. മനുഷ്യന്റെ പ്രത്യേകത, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വെറുക്കും.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുക്കും. അതിന് ചിലപ്പോൾ പിതാവായിരുന്നാലും മാതാവായിരുന്നാലും ഭർത്താവായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞ് നോക്കി ഒരു മുഖമൊക്കെ വല്ലാതാക്കി വെറുപ്പ് കാണിക്കും. പിന്നെ വലിയൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. അന്നേരം നോക്കിയേ, ഈ അപ്പനം വെറുക്കാൻ കഴിയത്തില്ല, കളയാൻ കഴിയത്തില്ല. ഓ, അവൻ കുറ്റം പറഞ്ഞു ഓരോ തെറ്റുകൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കുന്ന അപ്പനല്ല ഇത്. അവൻ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, എത്ര തെറ്റുണ്ടായിരുന്നാലും, എത്ര പരാജയം ഉണ്ടായിരുന്നാലും, എത്ര നാശത്തിലായിരുന്നാലും അപ്പന് നിന്നോട് ഒരു പരിഭവമില്ല, അപ്പന് നിന്നോട് അവൻ വെറുപ്പമില്ല, അപ്പന് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതാ നിന്റെ മുഖം കണ്ടപ്പോൾ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് സുന്ദരം ചെയ്തത് അപ്പന്റെ ഹൃദയം. ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു അപ്പന്റെ ഹൃദയം തുറന്നു കിട്ടുകയാണ്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുമ്പോൾ, വചനം വായിച്ച് ദൈവത്തോട് അടുക്കുമ്പോൾ, ആരാധിച്ച് കർത്താവിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദൈവിക ദിവ്യ അനുഭവം. ഒരു അപ്പന്റെ അടുക്കൽ ഒരു കൊച്ചു കുഞ്ഞ് അവൻ സ്നേഹം അനുഭവിക്കുന്ന പോലെ, അപ്പന്റെ വാത്സല്യം അനുഭവിക്കുന്ന പോലെ നിന്റെ അന്തരാത്മാവിൽ, നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം ചൊരിയപ്പെടുന്നു. ഇന്ന് രാത്രികാലം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് വാ. എത്ര തകർന്നവനെ അവൻ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഈ മകൻ ഏറ്റവും നശിച്ചു പോയി. എന്റെ ചിന്തയിൽ പറഞ്ഞ ബൈബിളിലില്ല, ആ ദേശത്തിലെ ഏറ്റവും നാശിച്ച് നാണക്കേടായ കൊള്ളരുതാത്ത ഒരു ചെറുപ്പക്കാരൻ. മറ്റു പലരും ചിലപ്പോൾ പറഞ്ഞു കാണും, ബൈബിളിലില്ല, ഇവനെ പോലെ നശിച്ചൊരുത്തില്ല, ഇവനെ പോലെ അനുസരണം കെട്ടവനില്ല, ഇവനെ പോലെ താൻ തോന്നിയില്ല, ഇനി ഇവനെ എന്തിനു കൊള്ളാം, സകലതും നഷ്ടപ്പെട്ടു കൈശൂന്യമായിരിക്കുന്നു, ജീവിതം തകർന്നിരിക്കുന്നു, അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, അവന്റെ ഭാവി തകർന്നിരിക്കുന്നു. ഈ ഭാവി തകർന്നു പോയവന് ഇനി എങ്ങനെ രക്ഷപ്പെടുത്തുവാൻ കഴിയും? അവൻ എന്നാൽ ഭാവി തകർന്നവനെ, ഇനി ആശയ്ക്ക് വകയില്ലാത്തവനെ, ജീവിതത്തിന്റെ എല്ലാ വഴി അടഞ്ഞവനെ വിടിവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പേരെത്ര? യേശു കർത്താവ്. നശിച്ചവനെ, എത്ര നശിച്ചവനെ ദൈവം അവൻ ഉയർത്തിക്കൊണ്ടുവരും. ഇത് ബുദ്ധിക്കകത്ത് പകരുന്ന ആത്മീയതയല്ല, ഇത് കുടുംബം പകർന്നു തരുന്ന ആത്മീയതയല്ല, ഇത് മതം തരുന്ന ആത്മീയതയല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മീയതയാണ്. ഇതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ മഹത്വം നിന്നെ ചലിക്കാം, ദൈവത്തിന്റെ വാത്സല്യത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ പകരുമ്പോൾ നിനക്ക് അനുഭവിക്കത്തക്കവണ്ണം, നിനക്ക് തിരിച്ചറിയത്തക്കവണ്ണം ദൈവിക സ്പർശനം നിന്റെ മേൽ വരുവാനിടയായിത്തീരാം. ഇതിനകത്തുള്ള ദൈവശക്തി ഇറങ്ങും. ഞാൻ ചിലപ്പോൾ ശാന്തമായിട്ട് ഇതൊക്കെ പറയും, പക്ഷെ ഇതിനകത്ത് ഭയങ്കര ദൈവശക്തിയാണ്. നിനക്ക് നീ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ കഴിയാത്തവണ്ണം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ദൈവത്തിന്റെ തീയിനെ തൊടാൻ പോകുകയാണ്. നീ ഇരിക്കുന്ന സീറ്റിൽ നിനക്ക് അവൻ ഇരിക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ ശക്തി തീയായി ഇലക്ട്രിസിറ്റി പോലെ ഇപ്പോൾ ദൈവം നമുക്ക് തരുന്നത് അവിടുത്തെ വാത്സല്യത്തെ ഊറ്റിത്തരുകയാണ്. അവിടുത്തെ സ്നേഹത്തിനകത്ത് അവിടുത്തെ മാറ്റമില്ലാത്ത വാത്സല്യം നമ്മൾ നിറയ്ക്കുകയാണ്. എത്രയോ പേർ നമ്മളെ വെറുത്തു, എത്രയോ പേർ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു, എത്രയോ പേർ നമ്മളെ ഇഷ്ടക്കേടായി. കർത്താവ് അവൻ നിന്നെ വേണ്ടെന്ന് പറയുന്നില്ല, കർത്താവ് നിന്നെ വേണം. ആർക്കെല്ലാം നിന്നെ വേണ്ടേ? യേശുവിനെ നിന്നെ വേണം. ആമേൻ. ഞാനിത് പറഞ്ഞിട്ട് ഒരു പ്രോഫസി പറയണം, പ്രവചനം പറയണം. ഈ സീറ്റിൽ അങ്ങനെ ബാക്കിലിരിക്കുന്ന ഒരു നീല ടീഷർട്ട് മോള്, അവൾ ബൈബിൾ പിടിച്ചിട്ടുണ്ട്. അവളിങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, കുനിഞ്ഞിരിക്കുകയാണ്. അവർക്കറിയത്തില്ല വരും. പക്ഷെ കർത്താവിൻ്റെ
ആത്മാവിനോട് പറയുന്നു, വിശേഷ ബുദ്ധി ഇപ്പോൾ അവളിൽ ദൈവം തുറക്കുകയാണ്. അവളുടെ ബ്രെയിനെ ദൈവം ബ്ലസ് ചെയ്യണം. ആ മോള ഇപ്പോൾ ബാക്കിൽ ചൊറിയുന്ന ആ മോളെ ഇപ്പോൾ ദൈവത്തിൻ്റെ ബ്ലസ്സിങ്ങിനാൽ തൊടുകയാണ്. അവളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവളെ ദൈവം വിശേഷ ബുദ്ധിയാൽ ഇപ്പോൾ സ്പർശിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ബ്ലസ്സിങ് ഈ മീറ്റിങ്ങിലൂടെ അവളുടെ ഭാവിയെ തിരിക്കണം. അവൻ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരനെ എല്ലാവരും വെറുത്തു. ആർക്കും അവന് വേണ്ട. അവന്റെ ഭാവി എങ്ങനായി തീരുമെന്ന് അവന് പോലും ഒരു ലക്ഷ്യമില്ല, ഉറപ്പില്ല. ആ സമയത്താണ് അപ്പൻ അവനെ ചേർത്തു പിടിച്ചു. ആർക്കും വേണ്ടാതിരുന്നപ്പോൾ, എല്ലാവരും വെറുത്തപ്പോൾ, ഭാവി എങ്ങനെ ആയിത്തീരുമെന്ന് അവൻ തന്നെ ഉറപ്പില്ലാതിരുന്ന സമയത്ത് അപ്പൻ ഇരു കൈകളും തുറന്ന് അവനെ ചേർത്ത് പിടിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളെ, അവൻ ദൈവത്തിന്റെ ഇരു കരത്തിന്റെ നടുവിൽ ദൈവത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി ലോകത്തിന് വിട്ടുകൊടുക്കാതെ, ഇനി നഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ, ഇനി തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാതെ, ഇനി പ്രശ്നത്തിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താണ് ഈ വാത്സല്യം? സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരപ്പൻ സ്നേഹം മൂത്ത് തൻ്റെ മകനെയോ മകളെയോ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന മകനെയോ മകളെയോ ചേർത്ത് ഇങ്ങനെ കെട്ടിനെറ്റോട് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ആക്ഷൻ നിങ്ങൾ നോക്കിയോ? ആ സർക്കിളിനകത്തോട് വാത്സല്യം, പിടിക്കകത്തോട് വാത്സല്യം. ജീസസ്. ഇന്ന് രാത്രി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിന്തക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെ ദൈവം തിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ അറിഞ്ഞത് ചിലപ്പോൾ ദൈവം അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യാൻ പോകുകയാണ്. ദൈവം നിനക്ക് വേണ്ടി അവൻ കയ്പിനെ മധുരമാക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ താഴ്ച ഉയർച്ചയാക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വേദനയെ മധുരമാക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കുടുംബത്തെ നന്നായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. നീ അവൻ കഷ്ടപ്പെട്ടത് മതി, നീ തകർന്നത് മതി, നീ അവൻ നശിച്ചത് മതി. ഇനി നാശം വരാതെ ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വാത്സല്യത്തിന്റെ ഒരു ഭാഗം, ഈ മകൻ വീട്ടിൽ വന്നപ്പോൾ ജ്യേഷ്ഠൻ പിറുപിറുത്തു. അപ്പോൾ പറയാണ്, അപ്പൻ പറയാണ്, ഇനി ആരെല്ലാം പിറുപിറുത്താലും എനിക്ക് അവനെ വേണം. അവനോടുള്ള സ്നേഹം ഞാൻ എനിക്ക് കുറയത്തില്ല. അവനോടുള്ള വാത്സല്യം എന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല. തെറ്റുണ്ടായിരുന്ന പോലും അവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും, അവർ തെറ്റ് എണ്ണി പറഞ്ഞാലും എനിക്ക് അവനോടുള്ള സ്നേഹം കുറയത്തില്ല. അവനോടുള്ള വാത്സല്യം മാറിപ്പോകത്തില്ല. കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരെന്നറിയത്തില്ല, പക്ഷെ ദൈവം നിങ്ങളുടെ അവൻ ജീവിതത്തെ തിരിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്വപ്നത്താൽ തിരിക്കാൻ പോകുകയാണ്. നോക്കിയേ, ദൈവം അവൻ സ്വപ്നത്താൽ നിങ്ങളുടെ ജീവിതത്തെ തിരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം നിങ്ങൾ തൊടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് മഹത്വം ചലിക്കാം. ഇവിടെ നിൽക്കുന്ന പാസ്റ്റർ ആൻഡ്രൂസ് അല്ല, യേശു കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ചലിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് എന്റെ പ്രസംഗത്തിൽ പോയിട്ടല്ല. സർവശക്തനായ, സകലത്തെ ഉണ്ടാക്കിയ, സകലത്തെ അവൻ ഭരിക്കുന്ന, സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ സ്നേഹിക്കുന്ന, സകലത്തെ കരുതുന്ന, എല്ലാവരും തുല്യമായി പരിഗണിക്കുന്ന ദൈവത്തെ അത്രങ്ങൾ പരിഗണപ്പെടുത്തുന്ന മുഖവശമില്ലാത്ത ദൈവമാണ്. ചേട്ടൻ പറഞ്ഞ് ഇതിനൊന്നും ആവശ്യമില്ല. എന്താ കാളക്കുട്ടിയെ അറക്കണ്ട, ഇപ്പോൾ ഇവിടെ വിരുന്ന് കൂട്ടണ്ട, ഇത്ര ഒച്ചപ്പാടൊന്നും വേണ്ട. ഞാനിവിടെ അവന് എല്ലാ കാര്യവും കൃത്യമായി ചെയ്ത് നല്ല മകനായി ഞാൻ ഈ വീട്ടിലുണ്ട്. എന്നിട്ട് ഇതുവരെ ഇതുപോലൊരു ആഘോഷമോ വിരുന്നോ കാളക്കുട്ടിയെ അറുത്ത് ഒരു പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൻ ഇത് എന്തു പറ്റി? അല്ല, അപ്പനല്ല, നിനക്കാ തെറ്റു പറ്റിയത്.
അവൻ അപ്പനാണെങ്കിൽ അവൻ മകനോട് കരുണ തോന്നും. അപ്പനാണെങ്കിൽ മകനെ കൈവിടത്തില്ല. അപ്പനാണെങ്കിൽ മകനോട് അവൻ വ്യത്യാസം കാണിക്കത്തില്ല. അപ്പന്റെ മകനെ പ്രിയമാ. ഇന്ന് രാത്രിക്കാല സ്വർഗത്തിന്റെ അപ്പന്റെ മക്കളായിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് എന്നും കരുണയായിരിക്കാം. അടുത്തൊരു വേദഭാഗം ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടി സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. നിങ്ങൾക്ക് ഈ വേദഭാഗം അറിയാം. ഒരു വ്യക്തിക്ക് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരാട്ടിൻകുട്ടി കാണാതെ പോയി. 99 ആട്ടിൻകുട്ടിയും കളഞ്ഞിട്ട് കാണാതെ പോയ ആട്ടിൻകുട്ടി എവിടെയാണോ അവിടെ വരെ അവൻ ചെന്നെത്തി. എന്നിട്ട് അതിനെ കണ്ടുകിട്ടിയപ്പോൾ അതിനെ എടുത്ത് എവിടെ വെച്ചത്? ചുമലിൽ, തോളിൽ വെച്ചു. എന്നിട്ട് തോളിൽ നിന്ന് ഇറക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഭയങ്കര ആഘോഷം. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തെ വിട്ട് എത്ര ദൂരെ പോയാലും നീ പോയ സ്ഥലത്ത് നിന്റെ അടുക്കൽ നിന്നെ തേടി വരും. നീ എവിടെ പോയാലും ദൈവം നിന്നെ അന്വേഷിച്ചു വരാം. എവിടെ പോയാലും ഏത് അവസ്ഥയിലായിരുന്നാലും അവിടെ നിന്നെ അതേ അവസ്ഥയിൽ നീ ആയിരിക്കുന്ന പോലെ നിന്റെ അടുക്കൽ ദൈവം വരുവാനിടയായി തീരാം. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ട് തോളിൽ ചുമന്നു കൊണ്ടുവന്നു? സർവ്വസാധാരണ ആട് ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആട് നമ്മുടെ പുരയിടത്തിൽ നിന്ന് മറ്റൊരു പുരയിടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആടിൻ്റെ ഉടയവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പുകൊണ്ടോ വലിയ കമ്പുകൊണ്ടോ 2 അടി കൊടുക്കും. വഴക്കും പറയും, വലിച്ചു കൊണ്ടുവരും. ഇവിടെ അടി കൊടുത്തില്ല, വലിച്ചു കൊണ്ടുവന്നില്ല. കണ്ടപ്പോഴെടുത്ത് തോളിൽ വെച്ചു. എന്തിനാ തോളിൽ വെച്ചത്? ഞാനത് പറഞ്ഞ് വിശദീകരിക്കാം. അതൊരു സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹത്തിന്റെ 3 അടയാളം ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ പറയാം. 1, സ്നേഹിക്കപ്പെടുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നത് ഒന്നാമത്തെ അടയാളം, അവർ കരത്തിൽ പിടിച്ച് ഇരിക്കും. കരത്തിൽ എനിക്കത് വരുമ്പോൾ ഒരു ഫണി തിങ്സ് പോലെ, ഒരു തമാശ പോലെ. നിങ്ങൾ ന്യൂ കപ്പിൾസിനെ കണ്ടിട്ടില്ലേ? ഇവിടെ ആരും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ല ഈ ദേശത്ത്. അങ്ങനെയുള്ള പ്രക്രിയയൊന്നുമില്ല. നോക്കി, ന്യൂ കപ്പിൾസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ച ആ ദിവസം പിന്നീടുള്ളതും ഈ പെൺകൊച്ച് ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് വിടത്തില്ല, ഇങ്ങനെ പിടിച്ച് കിടക്കും. അച്ഛാന്നോ, അത് ലോക്കൽ ഭാഷയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞവർക്ക് അസ്വസ്ഥരാകും എന്ന് പറഞ്ഞ് ഇച്ചിരിയൊക്കെ ജീവിതം നയിച്ചോണ്ട് പറയും. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു അസ്വസ്ഥരായി പലതും പറയാൻ തുടങ്ങും. പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യം, കരം പിടിച്ച് നടക്കുന്നത്, കരം പിടിച്ചു കൊണ്ടുപോകുന്നത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. അതല്ലേ നമ്മുടെ കൊച്ചു പ്രായത്തിൽ നമ്മുടെ അപ്പ, നമ്മുടെ അമ്മ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ ചേച്ചി, അമ്മ കൊച്ചു അനുജന്മാരെ, അമ്മ കൊച്ചു കുഞ്ഞുങ്ങളെ കരം പിടിച്ചു കൊണ്ടുപോകാൻ. ഇതെന്താ ഫീല, ഇതെന്താ സുഖമാണ്. യേശുവിന്റെ നാമത്തിൽ സ്നേഹമാ. അതുകൊണ്ട് അമ്മ ദൈവവചനം പറയുന്ന ഘോരസേ, ഞാൻ നിന്റെ വലക്കരത്തിൽ പിടിച്ചിരിക്കുന്നു. വാതിലുകൾ അടയാതിരിക്കേണ്ടതിനാ, വാതിലുകൾ തുറന്നു കിടക്കേണ്ടതിനാ, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാ. വീണ്ടും പറഞ്ഞോ, ഞാൻ നിന്റെ വലക്കരത്തിൽ പിടിച്ച നിന്റെ വഴി നടത്തും. ഉന്നതങ്ങളിൽ അനന്തത്തിൽ നിന്നെ കൈക്കൊള്ളും. ദൈവവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ ഉറപ്പ് അവന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ല. അവന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല. അവന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വാത്സല്യം വെളിപ്പെടുത്തുവാൻ അവൻ നിന്റെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. അവൻ നിന്റെ തലമുറയുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. അവൻ നിന്റെ പിതാവിന്റെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. അവൻ നിന്റെ മക്കളുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. Thank you, Holy Spirit.
കൊച്ചു കുഞ്ഞുങ്ങളെ കരത്തിൽ പിടിക്കുന്ന എന്തിനാ? തീയിൽ വീഴാതിരിപ്പാൻ, വഴി തെറ്റാതിരിപ്പാൻ, ബുദ്ധിമുട്ട് വരാതിരിപ്പാൻ എന്നതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അവൻ ആത്മാർത്ഥത തെളിയിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലെ കരത്തിൽ പിടിച്ചവൻ വഴി നടത്തും. ഓ, എത്ര പേർ വിശ്വസിക്കുന്നു? തീയിലൂടെ പോകുമ്പോൾ അവൻ നിന്നെ കരം പിടിച്ചു തീക്കകത്ത് നിന്റെ കൂടെ വരാം. മുള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നിന്നെ കരം പിടിച്ചു നടത്താം. നദിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നിന്നെ കരം പിടിച്ചു നടത്താം. ആരാധിക്കാൻ താല്പര്യമുള്ളവർ ആരാധിക്കണം. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ടെങ്കിൽ ആരാധിച്ചോണം. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ സന്ദേശമായി പരിശുദ്ധാത്മ തരുന്നുണ്ടെങ്കിൽ ആരാധിച്ചോണം. എന്നെ നോക്കരുത്, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. മാറ്റി ആഗോളം കൈ അടിച്ച് ആത്മാവിൽ അന്റെ ഭാഷ പറഞ്ഞ് ആരാധിച്ചോണം. ആരാധിക്കുന്ന നിന്റെ മേൽ മഹത്വത്തിന് തീ ഇറങ്ങാൻ പോകുന്നു. ആരാധിക്കുന്ന നിന്റെ മേൽ ഐശ്വര്യ ബന്ധനങ്ങൾ അടിയാൻ പോകുന്നു. നീ പണ്ടത് പോലെ പോകത്തില്ല. ആള് മാറിയവനായി പുത്തൻ അഭിഷേകത്തോടെ കരത്തിൽ പിടിച്ചു പോകുന്നത് ഒരു സ്നേഹത്തിന്റെ അടയാളം. ഞാനതിനെ വിളിക്കുന്നു വാത്സല്യം. രണ്ടാമത്തെ സ്നേഹത്തിന്റെ അടയാളം ഞാൻ പറയാം. അതിലും ഇച്ചിരി ടോപ്പായ ഒരു സ്നേഹമാണ് മക്കളെ കരത്തിൽ പിടിക്കുന്നതല്ല, കയ്യിൽ കോരിയെടുക്കും അല്ലേ? കയ്യിൽ എത്ര കറുത്ത കൊച്ചായാലും, കറുത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. എത്ര സൗന്ദര്യമില്ലാത്ത കറുത്ത കുഞ്ഞായിരുന്നാലും, എത്ര മോശമായിരിക്കുന്ന ശരീരപ്രകൃതിയുള്ള കുഞ്ഞായിരുന്നാലും, ഈ മാതാപിതാക്കൾ അതിനെ കരത്തിൽ പൊക്കിയെടുത്ത് സുന്ദര മോനെ തക്കുടു അമ്മയുടെ അമ്മ മുത്തേ പൊന്നാരെ ഇങ്ങനെ കരത്തിൽ പൊക്കിയെടുത്ത് അങ്ങ് സ്നേഹം കൊടുക്കുകയാണ്. അത് സ്നേഹത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയല്ലേ? എത്രയോ തറയിൽ വെക്കാതെ, അവൻ അവിടെ ഇവിടെ വെക്കാതെ നമ്മൾ വഹിച്ചതാ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, വാർദ്ധക്യ കാലമായാലും അവന്റെ കയ്യിൽ വഹിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രശ്നത്തിന്റെ നടുവിൽ നീ തകർന്നു പോകാതിരിപ്പാൻ ഒരു കരത്തിനെ വഹിച്ചിരിക്കുന്നു. ഓ, സാത്താൻ നിന്നെ തൊടാതിരിപ്പാൻ നിന്റെ കുടുംബത്തെ ഒരു കരം വഹിച്ചിരിക്കുന്നു. നിന്റെ ശുശ്രൂഷയെ ഒരു കരം വഹിച്ചിരിക്കുന്നു. നിന്റെ തലമുറയെ ഒരു കരം വഹിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ ദൈവത്തിന്റെ കരത്തിലാണ്. നീ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ നിന്നെ കരം പിടിച്ച് അവൻ നിന്നെ നടത്തി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന് നിന്നോട് വാത്സല്യം കൂടിയപ്പോൾ ആ കരം പിടിയിൽ ഒതുക്കിയില്ല. അവൻ നിന്നെ കോരിയെടുക്കുവാനായി തീർന്നു. ഇന്ന് രാത്രി ചിലരെ കോരിയെടുക്കാൻ പോകുകയാണ് ദൈവം. ദൈവത്തിന്റെ കരത്തിനകത്ത് നിന്നെ കോരിയെടുത്ത് ആശ്ലേഷിപ്പിക്കാൻ പോകുകയാണ്. നിന്നെ അവൻ ആലടിയ ദൈവം അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് അവൻ മറയ്ക്കാൻ പോകുകയാണ്. ഇതൊക്കെ ഫീൽ ചെയ്യണം, ഇതൊക്കെ അനുഭവിക്കണം. ആമേൻ. എന്താണ് ഒരുവൻ ദൈവത്തെ അറിഞ്ഞ ആത്മീകമായി ജീവിക്കുമ്പോൾ ഈ ആത്മീകതയ്ക്കകത്ത് അവൻ അള്ളിപ്പിടിച്ചു കിടക്കുന്നത്? ആത്മീകതയ്ക്കകത്ത് അവൻ എത്ര ഗൗരവം കൊടുത്ത് അതിന്റെ പിന്നാലെ പോകുന്നത്? മനുഷ്യൻ തരാത്ത ഒരു സ്നേഹത്തിന്റെ കരം അവനെ പിടിക്കുന്നുണ്ട്. മനുഷ്യൻ തരാത്ത ഒരു അവൻ ദൈവിക കരം അവനെ